വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈകുന്നേരം അല്ല ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തുടങ്ങുകയാണ്. മഴക്കാരണമുണ്ട് ആ വെളിച്ചം ഫീൽ ചെയ്യാത്തത്. മഴ പെയ്യുക. ഇത് അങ്ങോട്ട് നോക്കിക്ക്, നമ്മുടെ കണ്ടൻ കിടക്കണം ഉറങ്ങുന്ന കണ്ട. ഓ ഇവനെ കുറച്ച് പേര് വന്ന് നല്ലതായിട്ട് നോക്കണം ബ്രോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിരിക്കും. നമ്മൾ ഈ ഒരു ഏരിയ ഇട്ട് വളർത്തും, വീട്ടിനകത്തിട്ട് വളർത്തിച്ച വീട്ടിനകത്ത് കണ്ടനാണോ കണ്ടിയാണോന്ന് അറിയില്ല, ചെക്ക് ചെയ്തിട്ട് മനസ്സിലാവുന്നതിന് എനിക്ക്. എന്തായാലും കുറച്ചൊരു വലുതായിട്ടാ, അതുകൊണ്ട് പ്യൂ പ്യൂ മുള്ളിക്ക് കളിക്കും വീട്ടിനകത്താണെങ്കിൽ. അതുകൊണ്ടാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. കണ്ട എന്താ അനുസരണം നോക്കിയാൽ വിളിച്ചിട്ട് അവന് പേര് വിളിച്ചപ്പോൾ മനസ്സിലായി. അവൻ ഉറങ്ങും, അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത്. ചെവി കേൾവി കുറച്ച് കുറവാണ്, അതാ വിളിച്ചത് കേൾക്കാത്തതുകൊണ്ടാണ്. അതാ അല്ലാതെ ഒബീഡിയൻസ് ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ ടൈം ചെയ്ത പൂച്ചയാണ്. നമ്മൾ പിന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് തരട്ടെ, നീടെ വെയിറ്റ് ഞാൻ എന്തരായ ഫാൽത്തുനിന്ന് ഒരു വണ്ടി കിട്ടിയില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്നെ കോൾ ചെയ്തിട്ട് പറയുകയാണ് 4 മണിക്ക് വരാം. ഞാൻ ഇവിടെ ഓൾറെഡി 3 മണിക്ക് എത്തി. നമുക്ക് 1 മണിക്കൂർ ഡിലേ ഉണ്ട്. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാനൊക്കെ ടാസ്ക്. റോഡിങ്ങനെ വിസ്തരിച്ച് കിടക്കുക. ഒരു വീലൊക്കെ ട്രൈ ആയിരുന്നു. കേരളത്തിലാവുന്ന ലൈസൻസ് ഒക്കെ പോകും. യൂട്യൂബൊക്കെ നല്ലതായിട്ട് പോകുമായിരുന്നെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു കാറൊക്കെ പോയി പർച്ചേസ് ചെയ്യായിരുന്നു അല്ലേ. നൈസ് ആയിരുന്നു. കത്തി വരട്ടെ മോനെ, ഒന്ന് ഹിന്ദി ചാനൽ പച്ച പിടിച്ചാ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഈ ആംബുലൻസ് കണക്ക്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോഴും വരെ ഹിന്ദി ചാനൽ കത്തിയിട്ടില്ല. കത്തട്ടൊന്ന് 2 വർഷം പിന്നെ കേരളത്തിൽ പിടിച്ചാൽ കിട്ടത്തില്ല. കേരളത്തിൽ പിന്നെ വൻ സാഗരം വേണ്ട. കേരളം വേണ്ട, ഇന്ത്യ മതി. ഇന്ത്യയാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ പൈസ എല്ലാം കൊണ്ട് നീ ഒഴുക്കുന്ന കേരളത്തിലല്ലേ. ഇതുവരെ ഇത്രയൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഞാൻ കേരളത്തിലോട്ട് ഒഴുക്കി വിടുക. നോർത്തിലെ ആൾക്കാർ കാണുന്നു, കേരളത്തിലോട്ട് പൈസ ഇറക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ജിമ്മിന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. വെറുതെ വണ്ടി ഇടക്കല്ലോ, ഓടിച്ച് കളിക്കാം. ടോപ്പ് കണ്ടിട്ട് തോന്നത്തില്ല കേട്ടോ, ടോപ്പാണ്. ഇവിടെ നിന്നായിരുന്നു പോയി ഞാൻ ടെർബോ എടുത്തത്. ടെർബോ ഇപ്പൊ എനിക്ക് എത്ര മൈലേജ് അറിയാതെ എത്ര ഉണ്ടായിരിക്കും? ഫീഡ്ബാക്ക് ടെർബോ എനിക്ക് മൈലേജ് വരുന്നത് 11.5. 11.5. 30,000-40,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ട് ഞാൻ. ജിമ്മിനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോയി. ഞാൻ വേറൊരു വണ്ടി എടുക്കാതിരിക്കുക. 40,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നത് ഞാൻ പിന്നെ എന്തുണ്ടാക്കാനാ? 40,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ 40,000 EMI എടുത്താൽ പോരെ ഒരു വണ്ടിക്ക്. റേക്ക് കുറവാണ്, കുറച്ച് ഔട്ടണല്ലേ അകത്തോട്ട്. ഇത് രണ്ടും എന്താ അത് മറ്റേ ഇത് മറ്റേ സെക്കൻഡ് ഗിയർ, മറ്റേ ലോക്ക് മോഡ്. അതെന്തിനാ? നമ്മൾ ഈ കേറ്റത്തിലൊക്കെ ഇറത്തില്ല. പിന്നെ 4 ഹൈ 4 ലോ. 2H എന്ത് വരും? 2H ആണ് നോർമൽ ഡ്രൈവിന്റെ. 4H ആണ് മറ്റേ നമ്മുടെ ഈ മണ്ണിലേക്ക് ഒട്ടിക്കാൻ. 4L എന്ന് പറഞ്ഞാൽ ഫുള്ളി നല്ലതാണ്, മണ്ണി കിടന്നു പോകും. സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റ് ഉണ്ടല്ലോ ഇതിനകത്തില്ല. എനിക്കിത് കണ്ട ഇവിടെ മുട്ടും എന്റെ കൈ, മനസ്സിലായി? എന്റെ കൈ ഇങ്ങനെ വന്നിരിക്കും. എനിക്ക് ഇവരെ താത്താനാണെങ്കിൽ പോലും കണ്ട ഇങ്ങനെ വെക്കേണ്ടി വരും. ടെർബോ റോഡ് ഒരെണ്ണം പോലെ ഞാൻ കാണാറില്ല. എന്റെ മാത്രം ഒരു ടെർബോ ആണ് ഞാൻ റോഡെ കണ്ടിട്ടുള്ളത്. എന്റെ മാത്രം ടെർബോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സർവീസ് മാനേജർ എപ്പോഴും പറയുന്ന അങ്ങനെ വരാൻ സാധ്യതയില്ല. ഞാൻ ഹൈവേയിൽ ഓടിച്ച്, ബാംഗ്ലൂരിൽ ഓടിക്കാൻ സ്ഥലമില്ല. ഇതിൽ കൂടുതൽ പതുക്കെ ഇനി തള്ളിക്കൊണ്ട് പോയാൽ ചിലപ്പോൾ ഇതിൽ വരച്ചു കിട്ടുമായിരിക്കും. ഞാൻ ജിമ്മിന് എടുക്കത്തില്ല കേട്ടോ, വെറുതെ ടെസ്റ്റ് ഡ്രൈവിന് എടുത്ത. ഞാൻ അവിടെ എന്തെങ്കിലും വെയിറ്റ് ചെയ്യില്ലായിരുന്നു. പവർ എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നാലും വണ്ടി ഒരു ഈ കുഴിയിലൊക്കെ പോയിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ട് പോകും. ബോയ്സ്, അപ്പം ഞാൻ വണ്ടി ഓടിച്ച്, വണ്ടി എനിക്ക് പറ്റിയതല്ല, എന്നാലും കുഴപ്പമില്ല. സ്പേസ് ഇല്ലാത്തതിനൊരു മെയിൻ ബുദ്ധിമുട്ടുകളാണ് എനിക്ക്. ഇതേണ്ട ഇങ്ങനെ കൈ ഞാൻ വെക്കണം ഇവിടെ. എനിക്ക് ആ ഒരു ഫ്രീഡം ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ വണ്ടി ചെറുതാ, അതുകൊണ്ടുള്ള ഒരു നോർമൽ ഇഷ്യൂ ആണത്. വണ്ടി എത്ര വില? 15 രൂപയുടെ ഒരു 5 ലക്ഷം ടാക്സും കാണും. അപ്പം അതിനുള്ള പ്ലാസ്റ്റിക് ഉണ്ട് ഇവിടെ. വണ്ടിക്ക് പവറില്ല, ഞാൻ സത്യമായിട്ട് പറയും. പക്ഷെ ഒന്നും കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. കയറ്റി ഇറക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓഫ് റോഡ് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണ്ടേ? അതല്ലേ ഓഫ് റോഡ് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണം ഇങ്ങനത്തെ വണ്ടി, എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഓഫ് റോഡിൽ നിന്ന് നല്ലതായിട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മേടിച്ചേനെ, പക്ഷെ അറിയില്ലല്ലോ. ഫൈനലി ബോയ്സ് ബൈക്ക് ഉണ്ടല്ലേ, കൊള്ളാം. ഞങ്ങൾ പോയേനെ. ഇനി നമുക്കൊരു 3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും വരാം. 20,000 കിലോമീറ്റർ ഒന്ന് ആഞ്ഞു പിടിച്ച 2 മാസത്തിൽ വരാം. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരാന്ന് നോക്കിയേ. ഓയ് കണ്ടാ വാങ്ങിക്കോട്ട്, അകത്തോട്ട് വാ, താഴത്തോട്ട് പോയാടാ പൊട്ടാ. എൻ്റെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കീയുടെ സ്പോട്ടാണ്, ഇത് കണ്ടുപോലില്ല. നമ്മൾ പിന്നെ ജിമ്മിലെത്തിയിരിക്കുകയാണ്, പവർ ലിഫ്റ്റിംഗ് സെക്ഷനിലോട്ട്. ഇവിടെ റിട്ടയർഡ് ട്രെയിനർ ഇരിക്കുന്നു. നോക്കൂ, മുറ്റത്തൊരു മൈനത്തെ അങ്ങോട്ട് നോക്കൂ. എഡിറ്റിങ് നീ ചെയ്തതാണോ? അതാണ് വെറും ശോകമായിട്ട് തോന്നുന്നത് എനിക്ക്. ഞാൻ കണ്ടായിരുന്നത് വെറും ശോകം. ഇവന് അടുത്ത ഇന്നലെ ഒരാൾ ബ്രൗൺസ് അടിച്ച്, ഇന്ന് അവൻ പഠിപ്പിച്ചൊരു പെൺകൊച്ച് സിൽവർ അടിച്ചിരിക്കുന്നു.
ആ അപ്പൊ രണ്ടുപേരെ കാണിച്ചില്ല, ഇന്നലെ ഒരാളല്ലേ പറഞ്ഞുള്ളൂ. ഈ കൊച്ചു മേടിച്ചിരിക്കുന്നു സിൽവർ അല്ല ബ്രൗൺസ്. എനിക്കാ മെഡലൊന്നും വേണ്ട, പട്ടിഷോ വേണ്ട. ആവശ്യത്തിൽ കൂടുതൽ പട്ടിഷോ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. അതിന്റെ ഒക്കെ ഇനി മടലായിട്ടൊക്കെ പട്ടിഷോ കാണിക്കുന്നത്. ആ എന്നിട്ട് കാല് പൊടിഞ്ഞ് അവിടെ ഇരിക്കുമ്പോ എന്ത് രസാ. ഓ അയ്യോ മോനെ കയ്യടി മാത്രമേ ഉള്ളൂ, പൈസ ഒന്നും ഇല്ല ഇതിനകത്ത്. ബോയ്സ് അപ്പത്തെ ഇത് പവർ ലിഫ്റ്റർ 50 kg പൊക്കുന്നു. ഇമാമു പവർ ലിഫ്റ്റർ 50 kg പൊക്കുന്നു. ഇത് ശിഷ്യനാണോ? ശിഷ്യൻ. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സെറ്റിന്റെ ബൈസെപ്പ് കേൾസ് ആണ്. ഏതെങ്കിലും ഒരുത്തൻ കമന്റിനകത്ത് പറയുന്നുണ്ട് ഈഗോ ലിഫ്റ്റ് ചെയ്ത് എന്റെ കൈ വീർപ്പ് പോകുന്നു. അത് മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി. മുട്ടക്കൂടോത്തം നടക്കുന്നുണ്ട് കോട്ടയത്തിനൊക്കെ എന്റെ കാലടിനെന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടേ. ഈ കമന്റ് ബോക്സിന്റെ അടിയില് ഫോം ശരിയല്ല, അത് ശരിയല്ല, ഇത് മഹാ സ്റ്റിഫായി ഇങ്ങനെ അടിക്കുന്നത്. എനിക്ക് എന്റെ കേൾ ബാർ വേണം. അഭിരാം ഈ 8 വർഷങ്ങൾ ഉണ്ടാക്കിയ ശരീരം ഒന്ന് സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് പൊക്കം താഴ്ത്തണം നോക്കൂ. ഈ 8 വർഷങ്ങൾ ഉണ്ടാക്കിയ ശരീരം അവന്റെ ശിഷ്യനായ ഇവനും കൂടി ഉണ്ടാക്കി കൊടുക്കും. 8-9 വർഷത്തിൽ 1 വർഷത്തിൽ കൂടുതൽ എടുക്കും കേട്ടോ. 9 വർഷത്തിൽ ഉണ്ടാക്കി കൊടുക്കും. ഒരു കൈ കൊണ്ട് എത്ര നേരം തൂങ്ങി കിടക്കുന്ന അവർ ജയിക്കും കേട്ടോ. 1 2 3 step. ഞാനവിടെ നോക്കാൻ ഇവനും തൂങ്ങി കിടക്കുന്നു. എന്നിട്ട് ഞാൻ എന്റെ കൈ വിട്ടു കിടക്കുന്നത് കേട്ടാ. എത്ര നേരം പിടിച്ചിരിക്കുന്നത് കുളപ്പിട്ട് വന്നേ. ജയിച്ച് ഞാൻ കുറെ പുള്ളപ്പ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഐ ലോസ്റ്റ്. കട്ട്ലസ് ആണെങ്കിൽ നമുക്ക് ഫുൾ എക്സ്പി കിട്ടും. എക്സ്പി കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ജിമ്മിൽ വരുന്നതെന്ന് ചില ഒരു പറച്ചിലുണ്ട്. പിന്നെ അത് മാറ്റി കൊടുക്കാൻ പറ്റില്ല. അവന്റെ കാലം കിട്ടുന്നില്ല ഇവിടുത്തെ. നെക്സ്റ്റ് കണ്ടീഷൻ വന്നിരിക്കുകയാണ്. ഇതിന് ബൈസെപ്പ് കേൾസ് അടിക്കാൻ പറ്റത്തില്ല, വേണം ഡെഡ് അടിക്കുന്നത്. ബട്ട് എന്റെ റിസ്റ്റിന് അത്രയ്ക്ക് പവർ വരപ്പെട്ടത് അത്ര. എന്താണ് 60 അല്ല വെറുതെ 8 കിലോ. 60 ആളോ? എന്തിനാ കാര്യം പറ. നിനക്ക് വെയിറ്റ് കൂടുതലും പൊക്കത്തോട്ടാണോ? തലക്ക് വേളി പിടിക്കാനാണ്. തലക്ക് വേളി പിടിക്കാനാ? ഞാൻ എന്താ ഹനുമാനോ? എംപിക്ക് ഇതിനെ കൊണ്ട് പറ്റത്തില്ല. എംപി കേട്ടോരെ, ഞാൻ എംപിനെ പൊക്കാം. എനിക്ക് വെയിറ്റ് ഇല്ല. നോക്കട്ടെ. സൈഡ് ചാച്ചി കിടക്കുന്നത്. അയ്യോ ഇവൻ അവളെക്കാട്ടി എളുപ്പമായിരുന്നു അറിയാവോ. നമ്മള് ഇന്ന് അഡക്ടർ സ്ട്രോങ് ആക്കാൻ പോവുകയാണ്. സ്ട്രെങ്തൻ ചെയ്യുന്നു. അഡക്ടർ കളിക്കുന്നത് ഇവരുടെ കണ്ടുള്ള സാധനമാണ്. സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നു. അഡക്ടർ സ്ട്രെച്ച് ചെയ്യാൻ പോകും നമ്മള്. ഇതാണ് എന്റെ മാക്സ് സ്ട്രെച്ച്. പിടി, എന്റെ കയ്യെ മുറുക്കി പിടി, കയ്യെ മുറുക്കി പിടി. സ്ട്രെച്ച് ആയില്ലല്ലോ. വേദനിച്ചിട്ട് വല്ലത് ഇവിടെ സ്ട്രെച്ച് ആയിട്ട് വരാനുള്ള 90 ഉണ്ട് കേട്ടോ. ഇത്ര ഉള്ളായിരുന്നല്ലോ. ഇത് ഏകദേശം 90 ഉണ്ട്. ഒന്ന് 2 3 4 കോൾ ചെയ്യാം നമുക്ക്. നമ്പർ പറ. ചെറിയ ബോക്സ് ഇരിക്കുവാണോ നീ? കുണ്ടി കാണിക്കാതെ റമ്മാർ. ദൈവമേ, ഓ ഇതെന്തെന്ന് നോക്കി. പീസ് ഔട്ട് ചെയ്യടാ. ഇന്നത്തെ വ്ലോഗ് തീർന്നു എനിക്ക്.